എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ റെഡിയല്ലേ? നമ്മൾ ബഹ്റൈന് പോവാട്ടോ. നമുക്ക് ബഹ്റൈൻ ട്രിപ്പ് അടിച്ച് പൊളിക്കാൻ ഒരു മാസത്തേക്ക്. ഈ ഒരു 1 മന്ത് ട്രിപ്പ് ഞങ്ങൾക്ക് എല്ലാ വർഷവും ഉള്ളതാണ് കേട്ടോ. എല്ലാ വർഷവും സ്കൂൾ വെക്കേഷൻ്റെ സമയത്ത് എങ്ങനെയെങ്കിലും മാനേജറുടെ കൈയും കാലും പിടിച്ച ഒരു മാസത്തേക്ക് ലീവ് മേടിക്കും. എന്നിട്ട് നമ്മൾ ബഹ്റൈന് വരും. ഇപ്പോൾ ഒരു 3-ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ബഹ്റൈനിലേക്ക് പോണത് വെക്കേഷനായിട്ട് കേട്ടോ. ഇതിന് മുൻപും പോയിട്ടുണ്ട്, നമ്മൾ സൗദിയിലായിരുന്ന സമയത്തൊക്കെ പോയിട്ടുണ്ട്. കഥ പറഞ്ഞ് എയർപോർട്ടിലെത്തി അറിഞ്ഞില്ല. എയർപോർട്ടിൽ ഇനിയിപ്പോൾ ഞങ്ങളുടെ യാത്രയെക്കുറിച്ച് പറയാനാണെങ്കിൽ മുംബൈയിൽ 7 to 8 hours ലേ ഓവർ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നിട്ട് ഇൻഡിഗോ എയർലൈൻസ് ആണ്. സെൽഫ് ചെക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കിയോസ്കി ട്രൈ ചെയ്തെങ്കിലും അത് വർക്കായില്ല. പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് ചെക്കിൻ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ചെക്കിൻ ചെയ്യാൻ എയർപോർട്ടിൽ എൻ്റർ ചെയ്തു. ലിയാമ ഹീസിലൊക്കെ സൂപ്പർ എക്സൈറ്റഡ് ആണ് കേട്ടോ ബഹ്റൈൻ ട്രിപ്പിലേക്ക്. ഈവൻ നമ്മൾ 3 times ട്രാവൽ ചെയ്തെന്ന് പറഞ്ഞാലും ഓരോ ടൈമിലും അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത്തവണ ഞങ്ങളുടെ കൂട്ടത്തിൽ ട്രിപ്പിനൊരു ഗസ്റ്റ് ഉണ്ട്, ഉമ്മയാണ്, അൻസക്കയുടെ ഉമ്മയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത്. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരെ ലോഞ്ചിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു 7:30 വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. കുറച്ച് റിലാക്സായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അകത്ത് ലോഞ്ചിലെത്തി. അവിടെ ആസ് യൂഷ്വൽ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഗേറ്റിലെത്താനുള്ള ടൈമായി, ബോർഡിംഗ് ടൈം ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗേറ്റിലേക്ക് നടന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഹേസലിന് ചോക്ലേറ്റ്സ് വേണമെന്ന് പറഞ്ഞു ചോക്ലേറ്റ്സ് പർച്ചേസ് ചെയ്യാൻ നടക്കണം. അങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് കുറച്ച് നേരം എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്തു. കുട്ടികൾ ഭയങ്കര എൻജോയ്മെൻ്റാണ്. എപ്പോഴും ഈ യാത്ര എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ട് ബഹ്റൈൻ തന്നെ എപ്പോഴും ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന് അവിടെ ബിസിനസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇയർലി വൺസ് അവിടെ ബഹ്റൈൻ റെസിഡൻസ് വിസ ഹോൾഡേഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ അങ്ങോട്ടേക്കാണ് നമ്മൾ യാത്ര ചെയ്യാറ് എപ്പോഴും. കുട്ടികൾക്കൊരു ഇൻ്റർനാഷണൽ ട്രിപ്പും ആകും, പിന്നെ വിസ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള പർപ്പസും ഉണ്ട്. ഉമ്മ ആദ്യമായിട്ടാണ് ബഹ്റൈനിലേക്ക് യാത്ര ചെയ്യുന്നത്. അതിൻ്റേതായ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് പുള്ളിക്കാരിക്കും ഉണ്ട് കേട്ടോ. ബോർഡിംഗ് ടൈം ആയിട്ടോ, നമ്മൾ ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്തു. അങ്ങനെ ഇനി ഫ്ലൈറ്റിൽ ഒരു 1 hour 2 hour ജേർണി ഉണ്ട് ടു മുംബൈ. 1.5 hour ആണ് കേട്ടോ എക്സാക്ട്ലി. അങ്ങനെ യാത്ര ടു മുംബൈ. ഫ്ലൈറ്റ് ലാൻഡിങ്ങും ഓൺ ടൈം തന്നെയായിരുന്നു കേട്ടോ. ഷാർപ്പ് 1.5 hour ആണ് എടുത്തത്. അങ്ങനെ ഞങ്ങൾ മുംബൈയിലെത്തി. അതികഠിനമായ ചൂടാണെന്ന് മുംബൈയിൽ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ 6 to 7 hours 8 hours ഉണ്ട്. 1 hour ഡിലേ ആണ്. അപ്പോൾ 8 hours ലേ ഓവർ അറ്റ് മുംബൈ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. അധികം ടൈമല്ല, അറൗണ്ട് 3 hours നമുക്ക് മുംബൈയിൽ സ്പെൻഡ് ചെയ്യാനുണ്ട്. എയർപോർട്ട് ടു ആൻഡ് ഫ്രോ ട്രാവൽ എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 hours നമുക്ക് സ്പെയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ആ 3 hours നമ്മൾ വിചാരിച്ചു എവിടെയെങ്കിലും നിയർ ബൈ ഒന്ന് പോയി വരാം, ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചത് ധാരാവി അറിയാമല്ലോ, ധാരാവി എന്ന് പറഞ്ഞ സ്ലമ്മുണ്ട്. അപ്പോൾ അതൊന്ന് വിസിറ്റ് ചെയ്യാം, കുട്ടികളെ കാണിച്ചു കൊടുക്കാം എന്നുള്ളതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. എയർപോർട്ടിൻ്റെ എക്സിറ്റ് പോയിൻറ്റിൽ തന്നെ
എയർപോർട്ട് ടാക്സി, ഓല, ഊബർ കൗണ്ടേഴ്സൊക്കെ ഉണ്ട്. നമുക്കൊന്നുകിൽ അവിടെ നിന്ന് ക്യാബ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ബുക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഓല ആപ്പ് വഴി ക്യാബ് ബുക്ക് ചെയ്തു ടു ധാരാവി. അങ്ങനെ ധാരാവി 90 ഫീറ്റ് റോഡാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തത്. പുറത്ത് ഏകദേശം നല്ല ചൂടാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ട്. ടൈം ഏകദേശം 2:30 ആയിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് ഏകദേശം 30 മിനിറ്റ്സ് ജേർണിയാണ് ഈ പറഞ്ഞ 90 ഫീറ്റ് റോഡിലേക്കുള്ളത്. അങ്ങനെ ഞങ്ങൾ ക്യാബിൽ ഡ്രൈവറോട് അത്യാവശ്യം കത്തിയൊക്കെ വെച്ച്, ആൾ UP നിന്നുള്ളതാണ്. ആൾ ചെറുപ്പം തൊട്ടേ ഇവിടെ മുംബൈയിൽ പഠിച്ച് വളർന്ന് പാരൻസൊക്കെ UP ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറച്ച് പുള്ളിയായിട്ട് കുശല വർത്തമാനങ്ങളൊക്കെ ആയി. ഒപ്പം സ്ലമ്മിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ ലൊക്കേഷനിൽ എത്തി കേട്ടോ. അപ്പം സേഫ്റ്റിയുടെ കുറിച്ച് കുറച്ച് കൺസേൺ ഉണ്ടായിരുന്നതുകൊണ്ട് പുള്ളിയും പറഞ്ഞു അങ്ങനെ സേഫ്റ്റി കൺസേൺസ് ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, നമുക്ക് കാണാം. അവിടെയുള്ള ആളുകൾ കുറച്ചുകൂടെ ഇപ്പോൾ പ്രോബ്ലംസ് ഒന്നുമില്ല, പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ നിയർ ബൈ ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ള കൺഫർമേഷനും കിട്ടി. ഞങ്ങൾ സ്ലം കാണാനായിട്ട് നടന്നു, ധാരാവി എത്തി കേട്ടോ. ധാരാവിയിലേക്ക് നമ്മൾ എൻട്രി ചെയ്തു കേട്ടോ. ഈ ധാരാവി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കൊച്ചിൻ ഹനീഫയുടെ മുഖമാണ് ഓർമ്മ വരിക. എന്താണ് ധാരാവി നമുക്കറിയില്ല, നമ്മളീ കാണുന്നതാണ് ധാരാവി. നമുക്ക് ഒരു ചെറിയ 2 പേര് കഷ്ടി ഒന്നിച്ച് നടക്കാനുള്ള സ്പേസ് പോലും ഇല്ലാതെ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് ഒരുപാട് കൂട്ടം ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നവരുണ്ട്, അവിടെ പൂക്കൾ വിൽക്കുന്നിടമുണ്ട്, അമ്പലമുണ്ട്, പള്ളിയുണ്ട്, തൊട്ട് വീടുകൾ, ഒരുപാട് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്ഥലമാണ് ഈ ധാരാവി എന്ന് പറയുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ എനിക്കുള്ളിൽ നല്ല ഭയം ഉണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് ഈ പറഞ്ഞ പോലെ സേഫ്റ്റി ഇഷ്യൂസൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടികളടക്കം എല്ലാവരും നല്ല വെൽക്കമിങ് ആയിരുന്നു. നമുക്ക് ഹായ് ബായ് ഒക്കെ തന്ന് കുട്ടികൾ ഭയങ്കര വെൽക്കമിങ് ഒക്കെ ആയിരുന്നു കുട്ടികളും ഒക്കെ. നമ്മളാരോട് സംസാരിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു, നടന്നു, അവിടെയുള്ള എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ മനസ്സിലാക്കി. വളരെ ഹൈജീൻ ഇഷ്യൂസും ഹൈജീനായിട്ടും ഒട്ടും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളത് കാണുമ്പോൾ വിചാരിക്കും നമ്മളെത്ര ഹാപ്പി ആയിട്ട് എത്ര ലക്ഷറിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന്. ഒരു വീടെന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ മുറിയാണ്, എത്ര സ്ക്വയർ ഫീറ്റ് എന്ന് പോലും പറയാനില്ല, ഒരു ചെറിയ മുറി. ആ റൂമിൽ തന്നെ കുക്കിങ്ങും ഉറക്കവും ഒരു ഫാമിലി മൊത്തം കഴിയുക എന്ന് 3-4 മെമ്പേഴ്സുള്ള ഫാമിലി മൊത്തം കഴിയുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാം അല്ലേ. ചില വീടുകളിൽ ഈ പറഞ്ഞ പോലെ ഒട്ടുമിക്ക വീടുകളിലുമുള്ള ആളുകൾ ഇതൊരു പള്ളിയാണ് കേട്ടോ കാണുന്നത്. ഒട്ടുമിക്ക വീടുകളിലുമുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ കൈത്തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. ഞങ്ങളെ കണ്ടിടത്തോളം തയ്യൽ, അതുപോലെ പൂക്കൾ കോർക്കുക, അങ്ങനെയുള്ള കൊച്ചു വർക്കുകളും എന്തെങ്കിലുമൊക്കെ ഉപജീവനമായി ചെയ്യുന്നവരാണ് അധികം ആളുകളും. ഇതിലൊന്നും എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല, ജസ്റ്റ് കാണുക തന്നെ. ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ വേറൊരു മുഖം എന്ന് പറയുന്നത്. സൗകര്യങ്ങളുടെയും ലക്ഷറിയുടെയും പിന്നാലെ നമ്മൾ ഓടുമ്പോഴും നമ്മളൊരു നിമിഷം ചിന്തിക്കണം, ഇതുപോലെ ബേസിക് റിക്വയർമെൻറ്റ് പോലും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളത്, അവരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്നുള്ളത്.
ഞങ്ങൾ ആ ചേരിയുടെ വളരെ ചെറിയൊരു കോർണർ മാത്രമാണ് കവർ ചെയ്തിട്ടുള്ളത്. ഒരുപാട് കാണാനുണ്ട്. സ്കൂളുകളും പള്ളികളും ഹോസ്പിറ്റൽസും ഒക്കെ ഇതിൻ്റെ ഉള്ളിലായിട്ടുള്ള ഒരു ലോകമാണ്. ആദ്യം കണ്ട എക്സിറ്റിൽ ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങി. എന്തായാലും ഏകദേശം ഒരു 3:30 ആയി ടൈം. നമുക്ക് ലഞ്ച് കഴിക്കണം. ചേരിയുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കണ്ടു വെച്ചിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ നടന്നു. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ ഒരു മലയാളി തൃശ്ശൂർക്കാരനാണ് കേട്ടോ. 25 വർഷമായിട്ട് മുംബൈയിൽ തന്നെയാണ് ജീവിതം. മക്കളും ഫാമിലിയൊക്കെ ഇവിടെ തന്നെയാണ്. ലഞ്ച് കഴിച്ച് ഉമ്മാനെയും ഹേസലിനെയും ഹോട്ടലിലെത്തി ഞങ്ങൾ വീണ്ടും ധാരാവിയിലേക്ക് തന്നെ നടന്നു. ഞങ്ങൾക്ക് കുറച്ചുകൂടെ കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അവർക്ക് ചൂടായതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇതാ നോക്കൂ, ഒരു ടെമ്പിളാണ് കേട്ടോ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കണ്ടത്. ഇത് ഒരു മാർക്കറ്റ് പോലുള്ള ഏരിയ ആണ്. ഇവിടെ കുറച്ച് ഷോപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 2 സൈഡിലായിട്ട്. എല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ്സ് കിട്ടുമെന്നാണ് ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഹോട്ടലിൻ്റെ ഉടമ പറഞ്ഞത്. ഞങ്ങളതുകൊണ്ടൊരു ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊന്നും പർച്ചേസ് ചെയ്യുകയോ ഫുഡോ കാര്യങ്ങളോ ഒന്നും കഴിക്കുകയോ ഒന്നും ട്രൈ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് കാണുക എന്ന് മാത്രമേ ഞങ്ങൾ ചെയ്തുള്ളൂ. ഏറ്റവും അധികം ചെറുകിട വ്യവസായങ്ങൾ ഏറെയുള്ള ഒരു ചേരിയാണ് ധാരാവി. എംബ്രോയ്ഡറി വർക്കുകൾ, കയറ്റുമതി ഗുണമേന്മയുള്ള ബാഗുകൾ, ചെരുപ്പുകൾ എന്നിവയുടെയൊക്കെ പ്രധാന ഉൽപ്പാദന കേന്ദ്രവും ഈ ധാരാവി തന്നെയാണ്. പതിനെട്ടാം നൂറ്റാണ്ടിൽ അരയന്മാർ തിങ്ങിൽ പാർത്തിരുന്ന ഈ ധാരാവി ഒരു ദ്വീപായിരുന്നു കേട്ടോ. പിന്നീട് കാലങ്ങൾക്ക് ശേഷം അതൊരു ചേരിയായി മാറുകയായിരുന്നു. പിന്നെ ഇവിടെ തന്നെയാണ് നമ്മുടെ ഇന്ത്യനെ ഓസ്കാറിൻ്റെ നെറുകയിലെത്തിച്ച സ്ലം ഡോഗ് മില്യണർ എന്ന മൂവിയുടെ 8 സെഗ്മെൻറ്റുകൾ ചിത്രീകരിച്ചത് കേട്ടോ. അഞ്ഞൂറ് ഏക്കറോളം നിരന്ന് കിടക്കുന്ന ഈ ധാരാവി മുഴുവൻ കണ്ടു തീർക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അസാധ്യമാണ് ഈ 3 മണിക്കൂറിൽ. അതുകൂടാതെ തന്നെ ഒരു പ്രധാന കാര്യം ഞാൻ പറയാം. ധാരാവിയാണ് ഇന്ത്യയിലെ ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസമ്പന്നമായിട്ടുള്ള ഒരു സ്ലം കേട്ടോ. ഇത് നമുക്ക് ഒരു ഹോസ്പിറ്റൽ കാണാം. ഇനി നോക്ക്, ഇതൊരു ഹോസ്പിറ്റലാണ്, ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. എന്താല്ലേ ഇത്ര ചുരുങ്ങിയ സ്ഥലത്ത് ഹോസ്പിറ്റല്, സ്കൂള്, അമ്പലം, പള്ളി എല്ലാം ഉണ്ട്. അവിടെ നിന്ന് അടുത്ത എക്സിറ്റ് എടുത്ത് ഞങ്ങൾ ഉമ്മാനെ ഹേസലിനെ ഇരുത്തിയിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. നോക്ക്, യെല്ലോ ബ്ലാക്ക് ടാക്സി കണ്ടോ? റോഡിലൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ ആഫ്റ്റർ 4:30. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ച് എയർപോർട്ടിലേക്കുള്ള ക്യാബ് ബുക്ക് ചെയ്തു. ഒരു സൈഡിൽ തീരെ ഹൈജീനിക് അല്ലാത്ത സ്ലമ്മും മറു സൈഡിൽ ഉയർന്ന ഹോട്ടൽ സമുച്ചയങ്ങളുമുള്ള ഒരു സിറ്റിയാണ് കേട്ടോ മുംബൈ. ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഞങ്ങൾ ബാക്ക് ടു എയർപോർട്ട് എത്തി. ഇനി ഡിന്നർ കഴിച്ചു, ഇമിഗ്രേഷൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. നേരെ ബോർഡിംഗ് ടൈമാണ്. ബോർഡിംഗ് ടൈം ഏകദേശം 9:45 ആണ്. കേരളത്തിലെ ചൂടിൽ നിന്നൊരു ആശ്വാസം കിട്ടും എന്നുള്ള അതിഭയങ്കരമായൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റ് ഞങ്ങൾ ബഹ്റൈനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ബഹ്റൈൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. അതുവരെ ബൈ.